നിങ്ങളെ ഹൈദരാബാദിൽ നിന്ന് വരാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ അത് മറന്നിട്ടുണ്ടെങ്കിലേ ഞാനത് മറന്നിട്ടില്ല. അന്ന് നമ്മൾ വന്നത് വെറുതെ ആവോ? പഴയ ആളല്ലേ. അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട്. അല്ലടി, ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴാണ് നാത്തൂൻ പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്തായാലും പൈസ കിട്ടിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് കൊണ്ടുകൊണ്ട് ആ സ്വർണ്ണക്കടയിൽ കുറച്ച് കൊണ്ട് കൊടുക്കാനായിട്ട് വരട്ടെ. എനിക്ക് പ്രതീക്ഷ കുറവാണ്. അന്ന് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഹോസ്പിറ്റൽ കേസിന് വേണ്ടിയിട്ട് പൈസ അയക്കാൻ ഓടിയപ്പം ഇവർക്ക് ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നോ എന്തൊക്കെയാ അന്ന് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയില്ല കിട്ടുമെന്ന്. ഇതങ്ങനെയൊന്നും അല്ലടി. ഇതങ്ങനത്തെ പൈസ ഒന്നും അല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. അർത്ഥമായിരിക്കും ഉപ്പ് തേക്കാത്തവരാ അവര്. ആ മതി, മിണ്ടണ്ട. കേട്ടോണ്ട് അങ്ങനെ വന്നതിനകത്ത് മതി. എങ്ങനെയെങ്കിലും കാര്യം കഴിഞ്ഞാലും എനിക്ക് നേരത്തെ കാലത്തെ വീട്ടിൽ പോകുമായിരുന്നു. ആ പെണ്ണ് ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ. ഇതിപ്പോൾ നമ്മൾ എത്ര നേരമാവും ഇവിടെ വന്നിട്ട്. ആ പെണ്ണാണെങ്കിൽ നമ്മളെ കണ്ടിട്ട് പോലും ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല. തള്ള വിളിക്കാൻ പോയതാ. ഇതുവരെക്കും അവളെയും കണ്ടില്ല ഇങ്ങോട്ട്. ആഹാ, നിങ്ങൾ വന്നായിരുന്നാ? ഇന്ന് എൻ്റെ മരുമോൻ വരുക. ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോകാനിരിക്കുമായിരുന്നു. എന്താ നിങ്ങൾ വന്നേ? ഇതെന്താ നാത്തൂനെ ഇങ്ങനെ വർത്താനം പറയുന്നത്? കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ വിളിച്ചപ്പോൾ നാത്തൂനല്ലേ പറഞ്ഞത് ഇന്ന് വാന്ന്, എന്നിട്ട് പൈസ തരാന്നല്ലേ പറഞ്ഞത്. ഇപ്പം എന്നെല്ലാം അങ്ങ് മറന്നുപോയാ? പൈസയോ? എന്ത് പൈസയുടെ കാര്യമാണ് പറയുന്നത്? എടി, നമ്മുടെ മാളൂൻ്റെ കല്യാണം ഉറപ്പിച്ചേ. അപ്പം കല്യാണത്തിന് ആവശ്യത്തിന് ഇവള് കുറച്ച് പൈസ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഞാനാണെങ്കിൽ ആ കാര്യം അങ്ങ് മറന്നും പോയി. മരുമോൻ വരുന്ന തിരക്കിലായതുകൊണ്ട് ആ കാര്യം ഞാൻ അങ്ങ് ഓർത്തുമില്ലായിരുന്നു. ആ, എവിടെന്നാ അപ്പച്ചി പയ്യന്? ചെറുക്കനെന്തോ ജോലി? വീട് ഓച്ചറയിൽ. പിന്നെ പയ്യൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ മോളെ ബാങ്കിൽ മാനേജരാ. കുഴപ്പമില്ല, നല്ല ചുറ്റുപാടും ആൾക്കാരും ഒക്കെ തന്നെ. രണ്ടാമത്തെ പയ്യനാ ഇത്. പുളിങ്കൊമ്പിലാണ് അവള് പിടിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോട്ടെ. ഈ മോളെ, ഉമ്മാടെ അലമാരിക്കകത്തെ ഉമ്മാടെ പേഴ്സിനകത്ത് ഇരിപ്പുണ്ട് 25,000 രൂപ ഇരിപ്പുണ്ട്. അതങ്ങോട്ട് കൊണ്ട് കൊടുക്ക്. എൻ്റെ പൊന്ന് നാത്തൂനെ, ഇതെങ്കിലും ഒപ്പിക്കാൻ പെട്ട പാട് ചില്ലറയൊന്നുമല്ല. അതുകൊണ്ട് ഉള്ളതങ്ങോട്ട് അങ്ങ് തരുവാ ഞാൻ അങ്ങോട്ട്. അതുകൊള്ളാം. ഞാൻ വന്നതേ ഭിക്ഷ വയ്ക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് പൈസ തരാൻ പറഞ്ഞത്. എൻ്റെ നിന്ന് മേടിച്ച് പൈസ അയക്കാൻ ഞാൻ വന്നത്. ദേ, ഈ മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് നീ എൻ്റെ നിന്ന് മേടിച്ച പൈസ കൊണ്ട് ഓർമ്മയുണ്ടോ? 5 ലക്ഷം രൂപ. നീ എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യമെന്ന് വെച്ചാൽ അപ്പം തരാൻ മതി പറഞ്ഞു. അന്ന് ഞങ്ങൾ വർഷാപ്പ് വിറ്റ പൈസ കുറച്ച് ബാങ്കിൽ ഇടാൻ പോയപ്പോഴാണ് ഇവരും എൻ്റെ ആങ്ങളെയും ഇവളും കൂടെ വന്നത്. ഇവിടെ മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് പൈസ തികഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനും എൻ്റെ കെട്ടിയനും കൂടെ ഒന്നും നോക്കാതെ തന്നെ എടുത്ത് ആ പൈസ നിൻ്റെ കയ്യിലോട്ട് തന്നത്. അപ്പം അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, എന്ന് എൻ്റെ മോടെ ആവശ്യമായിരുന്നോ അന്ന് എനിക്ക് ആ പൈസ തിരിച്ച് തന്നാൽ മതിയെന്ന്. അല്ലാതെ നിൻ്റെ അടുത്ത് ഭിക്ഷ ചോദിക്കാൻ വേണ്ടി വന്നിട്ടല്ല. 25,000 രൂപയോ 5 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തതാ ഞാൻ. ആ പൈസയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോൾ നീ എന്താ പറഞ്ഞതിൻ്റെ അടുത്ത്? 2 ദിവസം കഴിഞ്ഞിട്ട് വാ, ഞാൻ പൈസ ഒപ്പിച്ച് വെക്കാം. ഇപ്പം നമ്മളെ കണ്ടപ്പോഴത്തേക്ക് അങ്ങ് മറന്നുപോയി. 25,000 രൂപ മര്യാദയ്ക്ക് എൻ്റെ പൈസ കൊണ്ടുത്താ. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് തരാനല്ല ഞാൻ പറഞ്ഞത്. അത് കൊള്ളാം. അപ്പം എങ്ങനെ ഇരിക്കുന്നു? ഞാനിപ്പോൾ എന്ത് ഇത്തടുത്ത് ഞാൻ പറഞ്ഞത്? ഇവർ പഴയ ആളൊന്നും അല്ലെന്ന്. അവരുടെ സാഹചര്യത്തിലൊക്കെ നിങ്ങളെ സഹായിച്ചപ്പോൾ ഇപ്പം അത് അവർക്ക് ഓർമ്മയില്ല, മേടിച്ചതുമില്ല. എന്തു മമ്മി കേൾക്കുന്നത്? 5 ലക്ഷം രൂപയോ? അപ്പച്ചി പറയുന്ന 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന്, ഉമ്മ പറയുന്നത് 25,000 രൂപ എന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ പൊന്നു മോളെ, എനിക്കൊന്നും അറിയത്തില്ല ഇവൾ 5 ലക്ഷം രൂപ ആണെന്ന് ചോദിച്ചെന്ന്. നീ നിൻ്റെ മോളെ കെട്ടിക്കാൻ വേണ്ടി കുറച്ച് കാശ് എൻ്റെ അടുത്ത് ചോദിച്ചു. അതിപ്പോൾ എൻ്റെ മര്യാദയ്ക്ക് 25,000 രൂപ കൊടുക്കാമെന്ന് വിചാരിച്ചതാ. ഇതിപ്പോൾ 5 ലക്ഷം രൂപ. ഞാനാണോ നിൻ്റെ മോളെ കെട്ടിക്കുന്നത്? ഇവിടെ നോട്ടടിക്കുന്ന മെഷീൻ ഉണ്ടെന്നാ എല്ലാവരുടെയും ധാരണ. നാത്തൂനെ, നിങ്ങൾ ചുമ്മാ തമാശ കളിക്കല്ലേ. ഒരു പെങ്കൊച്ചിൻ്റെ കാര്യമാണ്. മര്യാദയ്ക്കും ഇത്താടെ പൈസ കൊടുത്തേങ്ങൾ. പിന്നെ നിന്റെ മോളെ കെട്ടിക്കണമെങ്കിൽ ഞാൻ പൈസ ചിലവാക്കണം? നിന്റെ ആങ്ങളല്ലേ നിൻ്റെ പൈസ മേടിച്ചത്. അങ്ങനെയാണെങ്കിൽ മരണപ്പെട്ടു പോയി. നിങ്ങളും ആങ്ങളെയും പെങ്ങളും കൊടുക്കുകയും മേടിക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്പം അങ്ങേരും മരിച്ചു പോയപ്പോൾ ഇനിയിപ്പോൾ കള്ളക്കണക്കും പറഞ്ഞുണ്ടാക്കാമല്ലോ. ആർക്കറിയാം എത്ര രൂപ മേടിച്ചതെന്നൊക്കെ. എന്നിട്ടിപ്പം കൂട്ടി പറഞ്ഞിരിക്കുക ഇപ്പം എൻ്റെ പൈസ തരാനില്ല. വേണമെങ്കിൽ ഇതാണ്ട് ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ മര്യാദയ്ക്ക് ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നീ പൈസ കൊണ്ടുപോക്കോ. അത്രേ എനിക്കറിയത്തുള്ളൂ.
നിങ്ങളും ആങ്ങളെയും പെങ്ങളും കൂടെ പൈസ കൊടുക്കുകയും മേടിക്കുകയും ചെയ്തിട്ട് അങ്ങേരും മരണപ്പെട്ടു പോയി. അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലും പിന്നെയും വേണ്ടിയില്ലായിരുന്നു. എൻ്റെ ഒന്നും തരാനില്ല. പിന്നെ ഞങ്ങൾ ജീവിക്കുന്ന പാട് ഞങ്ങൾക്ക് മാത്രം അറിയാം. നിങ്ങളുടെ കാഴ്ചപ്പാടിലൊക്കെ വിചാരിക്കും ഞങ്ങൾ ഏതാണ്ട് ഇവിടെ കാശൊക്കെ ഇവിടെ കണ്ട് അട്ടി അട്ടി വെച്ചിരിക്കുക എന്നുള്ള രീതിക്കാണ്. അതുകൊണ്ടേ നീ ഉള്ള പൈസ മേടിച്ചോണ്ട് പോ. എനിക്ക് നിന്നോട് സംസാരിച്ചിരിക്കാനും സമയമില്ല. എൻ്റെ മരുമോൻ ഇപ്പോൾ വരും, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്ക് പൈസ തരാൻ വയ്യ. ഇനിയിപ്പോൾ എൻ്റെ മരിച്ചു പോയ ആങ്ങളുടെ അടുത്ത് പോയി ചോദിക്കണം എന്നെ. ആ എന്നാൽ ശരി, എനിക്കിങ്ങനെ പൈസ വേണ്ട. അതിനു മുമ്പ് എനിക്കൊരു കുറച്ച് കാര്യം എൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ട്. എന്നിട്ട് നീ തീരുമാനിച്ചാൽ മതി എനിക്ക് ആ പൈസ തരണോ വേണ്ടയോ. നേരാമർഗത്തോടെ തരാൻ വയ്യെങ്കിലേ ഇതും കൂടെ ഒന്ന് കേക്ക്. ഒന്നപ്പുറത്ത് വരാവാ. ഇതിൻ്റെ മാലിനൊക്കെ കുറ്റിയിടുന്നത്? ആ എന്താ വരാൻ പറഞ്ഞത്? കാര്യം കൊണ്ട് പറ. വേറൊന്നുമല്ല, എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ആങ്ങളെ മരിക്കുന്നതിന് മുമ്പ് 2 ആഴ്ചയ്ക്ക് മുമ്പേ എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആ കൂട്ടത്തിൽ നിൻ്റെ കാര്യം കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതൊക്കെ എൻ്റെ ഫോണിലൊക്കെ റെക്കോർഡായിരുന്നു ഭാഗ്യത്തിന്. ഇതിപ്പോൾ കുറച്ച് നാൾ മുമ്പാണ് എന്തോ എൻ്റെ ഫോണിനകത്ത് നോക്കിയപ്പോഴത്തേക്കേ ഞാനും എൻ്റെ ആങ്ങളെയും സംസാരിച്ചതേ ഈ ഫോണിനകത്ത് റെക്കോർഡായിട്ട് കിടക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് പടച്ചോനായിട്ട് എനിക്ക് ഇട്ട് തന്നെയാണെന്നുള്ളവരാണ് ഇപ്പം ഞാനത് ഓർക്കുന്നത്. അത് കേട്ടാലുണ്ടല്ലോ, ഞാൻ ചോദിച്ച കാശല്ല, അതിൻ്റെ അപ്പുറവും നീ എനിക്ക് തരും. പിന്നെ ഇനി നിൻ്റെ ഫോണിൽ ഇനി എന്തുണ്ടെന്ന് പറഞ്ഞാലും ശരി, നിൻ്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. ഞാൻ എന്തായാലും പൈസ തരാൻ ഉദ്ദേശിക്കുന്നുമില്ല. നീ നിൻ്റെ കാര്യം നോക്ക്. നിങ്ങളെ ഹൈദരാബാദിൽ നിന്ന് വരാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ അത് മറന്നിട്ടുണ്ടെങ്കിലേ ഞാനത് മറന്നിട്ടില്ല. അന്ന് അവിടെ ആയതുകൊണ്ട് നമ്മുടെ ബന്ധുക്കാരോ എൻ്റെ അനിയത്തി അവൾ പോലും അറിഞ്ഞിട്ടില്ല. ഞാനായിട്ട് പറയാനും പോയില്ല. അന്ന് എൻ്റെ ആങ്ങൾ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. വീടിന്നേ ഹൈദരാബാദിൽ നിന്ന് അവിടെ നിന്ന് വരാനുള്ള കാരണം തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലെ അവിടുത്തെ ഒരു അങ്ങേരുമായിട്ടുള്ള നിൻ്റെ അവിഹിത ബന്ധം, രഹസ്യബന്ധം കൈ ഓടിക്കാൻ പിടികൂടുകയും അവിടെ പ്രശ്നങ്ങളുണ്ടാകുകയും ഒരുപാടുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. സഖി കേട്ടിട്ടാണ് അവിടുത്തെ ജോലി മതിയാക്കി അവിടുത്തെ ഫ്ലാറ്റും വിറ്റ് നിങ്ങൾ ഈ നാട്ടിലോട്ട് വന്നത്. അതൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല നിന്നെ സഹിച്ചത്, മക്കളെ ഓർത്തുകൊണ്ട് മാത്രം എൻ്റെ ആങ്ങൾ അതങ്ങ് ക്ഷമിച്ച്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പെങ്ങന്മാർത്തോ വീട്ടുകാർത്തോ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഇനി നീ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതൊക്കെ ഇതിനകത്ത് റെക്കോർഡാണ്. ഇത് നിൻ്റെ മക്കളെ കേൾപ്പിച്ചാലുണ്ടല്ലോ, നിൻ്റെ മരുമോനും ഒക്കെ ഉണ്ടല്ലോ നിന്നോട് നല്ല വെറുപ്പ് സമ്പാദിക്കും. എനിക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാനിത് കേൾപ്പിക്കാം. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് നിൻ്റെ പൈസയും വേണ്ട. ഞാൻ ചോദിച്ചത് ഞാൻ തന്ന പൈസയാണ്. അന്ന് നീയും എൻ്റെ ആങ്ങളെയും കൂടെ വന്ന് മേടിച്ച പൈസ. ഇപ്പോൾ നീയില്ല, എൻ്റെ ആങ്ങളെ മാത്രമേ വന്ന് മേടിച്ചിട്ടുള്ളൂ. അതെങ്കിലും ആയിക്കോട്ടെ. എനിക്ക് പൈസ തരാമെങ്കിൽ വേണ്ട, ഇതെനിക്ക് പറയാമല്ലോ അവരോട്. വേണ്ട, അതൊക്കെ കഴിഞ്ഞ കാര്യം തന്നെ. അതൊക്കെ എൻ്റെ അറിവില്ലാ പ്രായത്തിലുണ്ടായ സമയത്തുണ്ടായ പ്രശ്നങ്ങളൊക്കെയാണ്. ഇനിയിപ്പം അതൊക്കെ ഇനി കുത്തിപ്പൊക്കി പറഞ്ഞെന്തിനാ? എൻ്റെ മക്കളുടെ മുന്നിലും മരുമക്കളുടെ മുന്നിലൊക്കെ എന്നെ നാണം കെടുത്തുന്ന എന്തിനാ? എനിക്ക് നിൻ്റെ പൈസയല്ലേ വേണ്ടത്? എനിക്ക് 5 ലക്ഷം രൂപയ്ക്ക് പകരം ഞാൻ എനിക്ക് 6 ലക്ഷം രൂപ തരാം. നീ പടച്ചോനെ ഓർത്ത് നീ ആ ഫോണിൽ കിടക്കുന്നതൊക്കെ ഡിലീറ്റ് ചെയ്ത് കള. അതൊക്കെ കഴിഞ്ഞില്ലേ? നീയൊക്കെ അതെന്തിനാ കുത്തിപ്പൊക്കുന്നത്? വെറുതെ എൻ്റെ സമാധാനം കളയാനായിട്ടൊക്കെ. ഇതൊക്കെ അറിഞ്ഞ് എൻ്റെ മക്കൾ എന്നെ വിട്ടു പോകും. വെറുതെ എന്തിനാ? അതൊക്കെ ഞാൻ അന്നേ ഉപേക്ഷിച്ചതാണ്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അതെല്ലാം കഴിഞ്ഞ്. അങ്ങേര് ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടേ മരിക്കുന്ന വരെ എന്നെ കുത്തി നോവിച്ചിട്ടേ ഉള്ളൂ അങ്ങേര്. ഇനി എൻ്റെ മക്കളുടെ കുത്തുകളൊക്കെ എനിക്ക് വയ്യ. അതുകൊണ്ട് എനിക്ക് തരാനുള്ള പൈസ ഇപ്പം തന്നെ കൈയോടെ ഞാനങ്ങ് തരാം. എന്തായി? ഓ, എന്താകാൻ? ഞാൻ കൊടുത്ത കാശ് എന്തായാലും എനിക്ക് കിട്ടുമെന്ന് ഉറപ്പാ. അതെ, കഷ്ടപ്പെട്ട പൈസയാ. അതങ്ങനെ ഇങ്ങനെ ആർക്കൊന്നും മുക്കാനൊന്നും പറ്റത്തില്ല. അവള് മറന്നുപോയതാ. ഞാൻ കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ അത് ഓർമ്മ കിട്ടി. അതുകൊണ്ട് എൻ്റെ കാശ് എനിക്കും കിട്ടി. അപ്പോൾ എനിക്ക് വണ്ടി മേടിക്കാൻ പൈസ തരാമെന്ന് പറഞ്ഞത് ഉമ്മ. തൽക്കാലം നീ ഇപ്പോൾ വണ്ടി മേടിക്കണ്ട, നോക്ക്. നമുക്ക് പിന്നീട് ഒരിക്കലും മേടിക്കാം. ആദ്യം കല്യാണം ഒന്ന് നടക്കട്ടെ മോളെ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇവളത് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. അവള് പറഞ്ഞ പൈസ ഒക്കെ ഇനി എന്നേ ഞാൻ ഒപ്പിച്ച് വെച്ചിരിക്കുക.
അതുകൊണ്ട് ആദ്യം മാളുവിൻ്റെ കല്യാണം നടക്കട്ടെ. വണ്ടിയൊക്കെ പിന്നെ മേടിക്കും. അതൊക്കെ സമാധാനമുള്ള കാര്യമാണ്. നിങ്ങളുടെ വാപ്പ മരിക്കുന്നതിന് മുമ്പേ ഉമ്മക്ക് നല്ലൊരു കാര്യമൊക്കെ ചെയ്തു വെച്ചിട്ടാ വാപ്പ മരണപ്പെട്ടത്. അത് ഓർക്കുമ്പം തന്നെ ഉമ്മക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതാണ് ഇപ്പോൾ എൻ്റെ മാറ്റത്തിന് കാരണം. അതുകൊണ്ടേ ആ പൈസ എടുത്താൻ കൊടുത്തരാം മോളെ. ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ ഇവിടെ ബാങ്കിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുക പൈസ. ആ തൽക്കാലം അത് നടക്കട്ടെ.